ആ മോനൂന് പപ്പ വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത് കുട്ടാ? ഓ നിനക്കും വരണോ? ബൈ ബൈ. മോനെ പപ്പയ്ക്ക് ടാറ്റ പറ. പറയും മോനെ. കളിക്കിട്ട അമ്മമ്മ ഇപ്പൊ വരാം. നീ ഇരിക്കും മോനെ. അങ്ങനെ വീടരുതിട്ടാ. ആരാ? സണ്ണി സാറില്ലേ? ഇപ്പൊ പോയുള്ളൂ. അയ്യോ, സാർ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നതാ രാവിലെ വന്ന് മോന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന്. വരൂ. പപ്പയുടെ മോനോ? ഫോട്ടോ എടുക്കാൻ ആള് വന്നിരിക്കണു. മോന്റെ ഫോട്ടോ മാത്രമല്ല, അമ്മച്ചിയുടെയും കുറെ നല്ല ഫോട്ടോ എടുക്കണമെന്ന് സാർ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നാ വേറെ റെഡിയായി വാ. അതെ, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എന്റെ ഒരു 10-25 ഫോട്ടോ എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുക്കണ്ട. ഓ അത് മതി. അമ്മച്ചി റെഡിയായി വാ. ഓ ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാലോ. ഹായ് മോനെ. അല്ല, ഇത് എവിടെ പോവാ? ഞാനും മോനെ കൂടി ഫോട്ടോ എടുക്കാൻ പോവാ. എവിടെ? ഇവിടെ. ആ ഞാനും കൂടെ. കൊള്ളാമോ? പിന്നെ ഫസ്റ്റ് ക്ലാസ്സാ. എന്നാ വാ. എന്റെ ഈശോയെ, സണ്ണി കുഞ്ഞ് പറഞ്ഞയച്ചിട്ട് മോനൂന്റെ ഫോട്ടോ എടുക്കാനുണ്ട് അവന്മാര് വന്നത്. എന്നിട്ട് ഇപ്പൊ മോനൂനും കാണാനില്ലേ, അവന്മാരെയും കാണാനില്ലേ. എന്റെ കർത്താവേ, ഞാൻ എന്ത് പറഞ്ഞു കരയണേ? എന്റെ ഈശോയെ, എന്റെ മോനൂനെ കാണാനില്ലല്ലോ. ഞാൻ എന്തും പറഞ്ഞു നിലവിളിക്കണോ? ഈശോ, എന്റെ മോനൂനെ, എന്റെ മോനെ എവിടെയാ പൊന്നുമോനെ നീ? എന്റെ ഈശോയെ, എന്റെ മോനെ കാണാനില്ലല്ലോ. എന്റെ കർത്താവേ, ഞാൻ എവിടെ പോയി തിരയുന്നു? Yes, Sunny here. മോനെ, what? മത്തായി ചേട്ടാ, എന്താ സംഭവിച്ചത്? ആരാ എന്റെ മോനെ? ഒരു കുഞ്ഞിനെ നോക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? എന്ത് പുണ്യത്തിനാ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്? സാർ പ്ലീസ്, എനിക്ക് എൻ്റെ മോനെ കിട്ടണം. അവനില്ലാതെ എനിക്കൊരു നിമിഷം പോലും ഐ കോണ്ട് മിസ് ഹിം. കൺട്രോൾ യുവർ സെൽഫ്. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. ഞങ്ങൾ എത്രയും വേഗം കുട്ടിയെ കണ്ടെത്തും. ഡോണ്ട് ഗെറ്റ് ഇമോഷണൽ. നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഐ മീൻ പേഴ്സണലായോ പ്രൊഫഷണൽ ജലസുള്ള മറ്റാരെങ്കിലുമോ? നോ സാർ, എൻ്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. ഇതിനു മുമ്പ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും അറ്റംപ്റ്റ് മറ്റോ നടന്നിരുന്നോ? ഏകദേശം ഒരാഴ്ച മുമ്പ് രാത്രിയിൽ ആരോ ഒരാളെന്നെ ഫോൺ ചെയ്ത് 50 ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്തു. അത് കൊടുത്തില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞ് പെട്ടെന്ന് അയാൾ ഫോൺ കട്ട് ചെയ്തു. അവരെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ? എനിക്കൊരു ഇൻസിഡന്റ് ഓർമ്മ വരുന്നുണ്ട്. ഒരിക്കലും എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് 4-5 പേർ ചേർന്ന് നായികയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി.
ഇനി അവരാരെങ്കിലും ആയിരിക്കോ സാർ? ഓക്കെ, ഞങ്ങൾ അന്വേഷിക്കാം. കമോൺ. ओ पेरेरा पुलिस पीछे है। अरे वेगम विटो। ഈ കിടക്കുന്ന വണ്ടിയിലേക്ക് കുട്ടിയെ മാറ്റ്, ബാക്കി കാര്യം നമുക്ക് പിന്നെ നോക്കാം. ഈ റപ്പായിയെ ഫോൺ ചെയ്തിട്ടും കിട്ടുന്നില്ലല്ലോ. ഇയാളിനിപ്പോ കാർഗിലെങ്ങാനും പോയോ? ഓനിപ്പോ ദുബായ് ചെന്ന് കാണും. ദുബായിക്കല്ലേ പോയി അപ്പമ്മ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടാ സുന്ദര, വണ്ടി ശരിയാക്കി കഴിഞ്ഞില്ലേ? എടാ നീ ഇങ്ങനെ പുറത്തിറങ്ങി നമ്മളകത്താവും. ആര് പറഞ്ഞു പുറത്തിറങ്ങി നിൽക്കാൻ? അകത്ത് കയറി ഇരിക്കേ. അതാ ഇതാര്? ഏത്? അയ്യോ ഇതേത്? എന്തോ നടാ ഇതോ? അയ്യോ എടാ സുന്ദര, സുന്ദര വിളിച്ചു കൂവണ്ട. സുന്ദരം വണ്ടിക്ക് ഏതോ പാഴ്സ് വാങ്ങിക്കാൻ പോയിരിക്കുക. ഇതേതാ കുട്ടി? ഹാജിയാരുടേതാ? എന്തായാലും ഇത് ഹാജാരുടെ കുട്ടിയല്ല. ഹാജാരുടെ കുട്ടിയാണെങ്കിൽ ഈ ആടുന്നാടി ഉണ്ടായനെ. അത് ശരിയാ. നിന്റെ വേല മനസ്സിരിക്കട്ടെ. ഇത് എന്റെ കുട്ടിയല്ലേ? ഏതവളാണ് ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോയത്? അയ്യോ മുതലാളി, സത്യമായിട്ട് ഇത് എന്റെ കുട്ടിയല്ല. എനിക്ക് ആകെ കൂടെ ഒരു കുട്ടിയെ അറിയൂ. ഏത് കുട്ടി? നടൻ കൃഷ്ണൻകുട്ടി. പാവം മരിച്ചുപോയി. കുറച്ചു നാളായി ഇവന്റെ ചുറ്റികൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഏതാടാ ഈ കുട്ടി? സാർ എന്ത് മണ്ടത്തരായി പറയണേ? കറുത്തുരുണ്ടി നീഗ്രായ പോലെ ഇരിക്കുന്ന എവനെങ്ങനാ ഈ വെളുത്തു തൊടുത്ത് അതിന്റെ കൊച്ചുണ്ടാവുന്നത്? ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറയടാ, നിന്റെ അല്ലടാ ഈ കുട്ടി? അയ്യോ അതിനുള്ള പ്രായമൊന്നും എനിക്ക് ആയിട്ടില്ല സാർ. ഞാൻ തന്നെ കുട്ടിയായ പാട് എനിക്കല്ലേ അറിയൂ. ഏതോ പകച്ചു വന്ന് പ്രസവിച്ചിട്ട് പോയതായിരിക്കും. താൻ ഏത് കോത്തായത്തിലെ ഹാജാരോടോ? എന്തേ? ഇപ്പൊ പ്രസവിച്ച ഫ്രഷ് കുട്ടിയാണെങ്കിൽ ഈ യൂണിഫോം ഇട്ടിരിക്കോ? അല്ല, ഞമ്മക്കത്ര ബുദ്ധി പോയില്ല കേട്ടാ. ഇതെന്താണപ്പ വല്ല ബോംബ മറ്റാണോ? ഇത് കുട്ടിയുടെ കളിപ്പാട്ടമായിരിക്കും. അതെ, ഇപ്പൊ തന്നെ നമുക്ക് ആവശ്യത്തിന് ഏറെ ടെൻഷൻ ഉണ്ട്. ഇനിയിപ്പോ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എങ്ങനെയെങ്കിലും ഇതിന്റെ ഓണർ കണ്ടുപിടിച്ച് തിരിച്ചപ്പിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇപ്പൊ ഇതിനും കൂടി നമ്മൾ സമാധാനം പറയേണ്ടി വരും. നല്ല മൊഞ്ചുള്ള കൊച്ച്, നമ്മൾ എങ്ങനെയാ ഇവനെ കൊണ്ട് കളയാ? എന്നാ കളയണ്ട, ഒരു കാര്യം ചെയ്യും. ഇതിനെടുത്ത് വീട്ടിൽ കൊണ്ട് വളർത്തി നിങ്ങളെ പോലെ ഒരു വലിയ ഹാജരാക്കാം. അയ്യോ, എന്തേ? അത്രയ്ക്ക് വേണോ? നിങ്ങൾ ആരും ഇവിടെ കിടന്ന് ബഹളം വെക്കണ്ട. ഈ കുട്ടിയുടെ വിസ ഞാൻ ശരിയാക്കി തരാം കേട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കുട്ടിയെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ ഇടത്തെ കൈയും മറ്റേ കൈ വലത്തെ കൈയുമാണ്. ഷൂ എന്ന് പറഞ്ഞ് മൂത്രവും ഒഴിക്കുന്നു. ആർക്കും വാങ്ങിക്കാം, ആർക്കും വാങ്ങിക്കാം, എപ്പോഴും വാങ്ങിക്കാം. ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല സുഹൃത്തുക്കളെ, ആർക്കും വാങ്ങിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം ചെയ്യും, നീ ഇതിനെ മാർക്കറ്റിൽ കൊണ്ടുവച്ച് ലേലം ചെയ്ത് വെക്കും. അതും നല്ല ഐഡിയ ആണല്ലോ. സുഹൃത്തുക്കളെ, ഒരു കുട്ടിയെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒരു കുട്ടിയെ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. ഓ ഷിറ്റ്, ഇവിടെയാ വണ്ടി കിടന്നിരുന്നത്. കുട്ടി ആ വണ്ടി തന്നെ ഉണ്ടാവും. നമ്പർ നോട്ട് ചെയ്യുന്നോ? എവിടെയാലും നമുക്ക് കണ്ടുപിടിക്കാന്നേ. കമോൺ ഹരി. ചാച്ചുക്കോ, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, ആവോ നോക്കലടത്തണ്ടി എന്നുള്ളിൽ പൂക്കാലം പോരാമോ, ആവോ കളിയാടാം നീ കിളിമരത്തണ മേടിച്ച് പന്തളത്തിൽ നിന്നപ്പോ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞതുപോലെയായി. എന്താണ് നിനക്ക് കൊച്ചിനെ വളർത്താനുള്ള വല്ല ദുരുദ്ദേശം ഉണ്ടോ? എനിക്കൊരു ദുരിതാശമില്ല. ആ ഹാജരിക്കാ ദുരിതാശം. കുരുത്തം കേട്ട കൊച്ച്. ദുഷ്ട, നല്ല തങ്കക്കുടം പോലത്തെ കൊച്ചി. കിടക്ക്. കുട്ടികളില്ലാത്തതിന്റെ വിഷമം തനിക്കൊന്നും അറിയില്ലല്ലോ. ഈ കേസും വഴക്കൊന്നുമില്ലായിരുന്നെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് വളർത്തിയേനെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പെട്ടിരിക്കണ കുരുക്ക് ഊരാൻ നോക്കുമ്പോഴാ പുതിയ പുതിയ കുരുക്കെടുത്ത് തലയിൽ വെക്കാം.
ഈ സാധനത്തിന് എവിടെയെങ്കിലും കൊണ്ടുപോയി കളാ. കൊണ്ടുപോയി കളയാൻ എന്താ പൂച്ചക്കുഞ്ഞോ? പൂച്ചക്കുഞ്ഞോ പട്ടിക്കുഞ്ഞോ എങ്ങനെയെങ്കിലും ഇതിനെ ഇവിടെ നിന്ന് മാറ്റി. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയല്ലേ ഉണ്ണി സാറേ. എന്നാ കണ്ണി ചോര ഉള്ള വർത്തമാനം പറയാം. ഈ കൊച്ചിനെ ആര് നോക്കും? ഇതിനെന്തെങ്കിലും സംഭവിച്ച ആര് സമാധാനം പറയും? താൻ പറയോ? കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള കേസ് വേറെയും. ഓ പിന്നെയും തുടങ്ങി. കൊണ്ടാരി കിളിക്കുഞ്ഞിന്റെ വായാണില്ല, അത് തുറന്ന പഴയ പഞ്ചായത്ത് ഓഫീസിലെ സൈറം പോലെയാ. ഈശ്വര, കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്. എന്റെ ജാതകപ്രകാരം എനിക്കിപ്പോ കുണ്ടകശനിയാ. ഇതിന്റെ വോളിയം കുറയ്ക്കുന്ന സ്വിച്ച് എവിടാ? വാവോന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ തൊള്ള കരയിപ്പിക്കല്ലേ മാത്തപ്പ. അതിന്റെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കേറ്റ്. അത് പിന്നെ ഉണ്ണി സാറേ, കുട്ടി വിശന്നിട്ടാവും കരയണേ. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. അതിന് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. അത് ശരിയാ. നിങ്ങൾ പോയിട്ട് എവിടെന്നെങ്കിലും കുറച്ച് പാല് വാങ്ങിച്ചിട്ട് വാ. ഈ സമയത്ത് ഇനിയിപ്പോ എവിടെ പോയി പാല് വാങ്ങിക്കാനാ? ഏതെങ്കിലും പെണ്ണുങ്ങളോട് പോയി ചോദിക്കി കുറച്ച് പാല്, നാളെ തിരിച്ചു തരാന്ന് പറ. എന്റെ പൊന്നുമോനെ, നീ എന്നും കൊണ്ടേ പോവുള്ളല്ലേ? ഒന്ന് കിടക്കണ്ടോ? ഈ വീടിന്റെ സന്താനം.